താഴെയുള്ളവർ, ജനിക്കുന്ന കുഞ്ഞിനെ നമ്മൾ കാണുന്നുണ്ട്, ജനിച്ചു വളരുന്ന മക്കളെ കാണുന്നു. ജീവിച്ചിരിക്കെ തന്നെ താൻ കടന്നു വന്ന വഴിയും ഇനി കടന്നു പോകാനുള്ള വഴികളും ഒരേ സമയം കാണിച്ചുകൊണ്ടാണ് അള്ളാഹു നമ്മെ ഈ ലോകത്ത് ജീവിപ്പിക്കുന്നത്. എന്തായിരിക്കും എൻ്റെ കോലമെന്ന് ഫോട്ടോറമ്മം ഹജ്ജ് ഒരു കുടുംബത്തിന്റെ ചിത്രമാണ്. പരിശുദ്ധമായ കഅബാലയം കണ്ണിൽ കാണുമ്പോ നമ്മൾ ഓർക്കുന്നത് ഒരു ഉപ്പയെയും ഒരു മകനെയുമാണ്. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ ربنا تقبل منا إنك أنت السميع العليم ربنا اجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا. ശുദ്ധമായ കഅബാലയം കാണുമ്പോ وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ ഇസ്മാഈൽ നബിയും വാപ്പായായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കഅബാലയത്തിന്റെ ചുമരുകൾ ഇങ്ങനെ പടുത്തുയർത്തുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലയോ നബിയേ? കഅബ കാണുമ്പോൾ ഓർമ്മ വരേണ്ടത് അതൊരു വാപ്പയും ഒരു മകനും തമ്മിലുള്ള ബന്ധമാണ്. ഒരു വാപ്പയുടെയും മകന്റെയും വിയർപ്പിന്റെ ഗന്ധമുണ്ട് ശുദ്ധ കഅബാലയത്തിന്. ഇതിനരികത്തുള്ള സഫയും മർവയും എന്ന രണ്ട് കുന്നുകൾ ഉമ്മുന ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ആ മലകൾക്കിടയിൽ ഓടിയത് പിഞ്ചു പൈതലിനെ ചൊല്ലിയാണ്. ഒരു ഉമ്മയെയും കുഞ്ഞിനെയും പഠിപ്പിക്കുന്നുണ്ട് സഅയി എന്ന കർമ്മം. കുടിക്കാൻ വെള്ളമില്ലാതെ മരിച്ചു പോകുമോ എന്റെ കുഞ്ഞെന്ന് പേടിച്ച്, കുഞ്ഞിന് കുടിക്കാൻ ശകലം വെള്ളം എവിടെന്നും തരപ്പെടുമോ എന്ന് അന്വേഷിച്ച് രണ്ട് മലകൾക്കിടയിൽ ഓടിയ ചെറുപ്പക്കാരിയായ ഉമ്മയായിരുന്നു ഹാജർ റളിയല്ലാഹു അൻഹ. സഅയി ചെയ്യുന്ന സമയത്ത് ഒരു പച്ച ലൈറ്റ് വെച്ചിട്ടുണ്ട് അവിടെ. ഉംറക്ക് പോയവർക്കറിയാം. ഉംറക്ക് പോയവരൊന്ന് കൈപൊക്കിയട്ടെ. ഉംറ ചെയ്തവര് കൈപൊക്കണം, പോയവരൊക്കെ കൈപൊക്കണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മതി 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 മതി. ബാക്കിയുള്ളവർക്കൊക്കെ പോകണമല്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിട്ടേ സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദ്വാര നോക്കി. സുബഹി വാങ്ങിന്റെ മുമ്പ് 2 റക്അത്ത് ഹജ്ജ് നിസ്കരിച്ചിട്ട് ഈ ആഗ്രഹം വെച്ച് ദ്വാരക്ക് വേഗം നടക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ആഗ്രഹമാണ് കേട്ടോ. കുറച്ചോനെ കുട്ടി ഉണ്ടാവണമെന്ന് യാതൊരു ആഗ്രഹമില്ല, പെണ്ണെട്ടിട്ടില്ല, എൻ്റെ കുട്ടി ഉണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം വേണം, കൊതി വേണം, അള്ളാഹിനോട് ചോദിക്കും വേണം. ഇൻഷാ അല്ലാഹ് എളുപ്പാക്കി തരും. അള്ളാഹു എളുപ്പാക്കി തരട്ടെ. വിശുദ്ധമായ മസ്ആയുടെ ഇടയിൽ പച്ച പ്രകാശം വിരിച്ചിട്ടുണ്ടൊരു സ്ഥലം. ആ സ്ഥലം എത്തുമ്പോൾ പുരുഷന്മാർക്ക് ധൃതിയിൽ നടക്കൽ സുന്നത്തുണ്ട്. പെണ്ണുങ്ങൾ അവിടെ ധൃതിയിൽ നടക്കരുത്, പെണ്ണുങ്ങൾ അവിടെ ഓടരുത്, പെണ്ണുങ്ങൾ ശാന്തമായിട്ട് തന്നെ നടക്കണം. പുരുഷന്മാർക്ക് റംല് ചെയ്യൽ സുന്നത്തുണ്ട്. എന്താണ് ആ പച്ച നിറമെന്നറിയുമോ? ആ സ്ഥലത്തേക്ക് ഉമ്മ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ എത്തിയപ്പോഴാണ് പിഞ്ചു പൈതൽ ഇസ്മായിൽ അലൈഹിസ്സലാം കരയുന്ന കരച്ചിൽ കേട്ടത്. കഅബാലയത്തിന്റെ അരികത്ത് ആ കരച്ചിൽ കേട്ടപ്പോൾ പൊന്നുമോന്റെ കരച്ചിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, എന്റെ കുഞ്ഞു മരിച്ചു പോകുമോ വെള്ളം കിട്ടാതെ? ആരാണ് എനിക്ക് അല്പം വെള്ളം തരികയെന്ന് ആലോചിച്ച് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ കഴിയാതെ ഓടിയ ഉമ്മയുടെ ചരിത്രമാണ് ആ പച്ച ലൈറ്റ് വെച്ചിരിക്കുന്ന സ്ഥലം. അവിടുന്ന് ധൃതിയിൽ നടന്നു ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ഉംറ കഴിഞ്ഞു വരുന്ന ഒരാൾ തന്റെ ഉമ്മ ഒരു കുഞ്ഞിനോട് കാണിച്ച സ്നേഹം മറന്നു പോകരുത് എന്ന് പറയുന്നത്. പിഞ്ചു പൈതലിനോടൊരു ഉമ്മയുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന സ്നേഹം വലുതാണ്. ആ കുഞ്ഞ് വലുതായി പറക്കമുറ്റാൻ പ്രായമാകുമ്പോൾ ഉമ്മയിൽ നിന്ന് അകലാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഉമ്മയുടെ സഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ പോകട്ടെ, ഒന്ന് പാല് കുടിക്കാൻ പോലും കഴിയാത്ത പിഞ്ചു പൈതലിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹം കൊടുത്ത് കൂടെ കിടന്നു കൊടുത്ത് ഉറക്കമൊഴിച്ചു കൊടുത്ത് വളർത്തിയ ഉമ്മയാണ് എൻ്റെ ഉമ്മ എന്ന്
12ാം ക്ലാസ് കഴിഞ്ഞിട്ടോ ഡിഗ്രി കഴിഞ്ഞിട്ടോ കണ്ടവളെ കയ്യും പിടിച്ച് ഓടുന്ന ചെറുപ്പക്കാരാ, നീ മനസ്സിലാക്കണം, നിന്റെ ഉമ്മ നിന്നോട് കാണിച്ച സ്നേഹം എത്രയായിരുന്നു. ഉമ്മയെ വാപ്പയെ നോക്കാതെ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടുന്ന കാമുകന്മാരുടെ പിന്നാലെ പോകുന്ന പെൺകുട്ടികളെ, സഹോദരിമാരെ, നിങ്ങളുടെ ഉമ്മമാർ എത്ര സ്നേഹത്തോടെയാണ് നിങ്ങളെന്ന് വളർത്തിയത് എന്ന് ഉമ്മയുടെ മുഖത്ത് നോക്കി നിങ്ങളെനിക്ക് വേണ്ട എന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന പിശാചിന്റെ ദുർബോധനത്തെക്കുറിച്ച് ബോധം വേണം. ഉംറ കഴിഞ്ഞു വരുന്ന ഒരാൾ എങ്ങനെയാണ് ഉമ്മയോട് പിണങ്ങി നിൽക്കുന്നത്? ഉംറ കഴിഞ്ഞു വരുന്ന ഒരാൾ എങ്ങനെയാണ് ഉമ്മയുടെ സ്നേഹം മറന്നുപോകുന്നത്? സഅയ് പഠിപ്പിക്കുന്നത് സഅയ് പഠിപ്പിക്കുന്നത് ഉമ്മയെയും കുഞ്ഞിനെയുമാണ്. അവിടെയുണ്ട് സംസം, മാഉ സംസമുണ്ട്. മാഉ സംസം ലിമാ ശുരിബ ലഹു, നിങ്ങൾ എന്തുദ്ദേശിച്ച് കുടിക്കുന്നുവോ അതിനുള്ളതാണ് സംസം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ആ സംസം കുടിക്കുമ്പോൾ ഓർമ്മ വരണേ, ഇതൊരു കുഞ്ഞിക്കാലിന്റെ സ്പർശം കൊണ്ടുണ്ടായ വെള്ളമാണ്. ഒരു പിഞ്ചുമോൻ ഇസ്മായിൽ അലൈഹിസ്സലാം കൊച്ചു കുട്ടിയുടെ കാലിന്റെ അരികിൽ നിന്ന്, ആ കുട്ടിയുടെ കാലിന്റെ അരികിൽ നിന്ന് വെള്ളം ഒഴുകാനുള്ള കാരണം വാപ്പയുടെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയാണ്, അല്ലാഹുവേ റബ്ബനാ أسكنت من ذريتي بواد غير ذي زرع ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم. ഹാജർ ബീവിയെയും പൊന്നുമോനെയും ഉപേക്ഷിച്ചു പോരുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ. ഇത് കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ച് പോരല്ല എന്ന് മനസ്സിലാക്കണം. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റോ കൂൾബാറോ അവിടെ ഉണ്ട്. ഹാജർ ബീവി ഉപേക്ഷിച്ചത് മക്കയിലാണ്. ഉദ്ദേശം 4000 ചില്ലറ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മക്ക. മനുഷ്യരുണ്ടോ അവിടെ? വീടുണ്ടോ? ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ കയറി ചെന്ന് ചോദിക്കാൻ വീടുണ്ടോ അവിടെ? വെള്ളമുണ്ടോ? അതുമില്ല. തിന്നാൻ പറ്റുന്ന മരങ്ങളുണ്ടോ? ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുണ്ടോ? ഒന്നുമില്ല. ആ സമയത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ, യാതൊരു ചെടിയോ സസ്യലതാദികളോ ഇല്ലാത്ത ഒരു സ്ഥലത്ത് എന്റെ കുടുംബത്തെ ഞാൻ ഉപേക്ഷിച്ചു പോരുന്നു. അല്ലാഹ്, എന്തിനാണെന്നറിയോ? റബ്ബനാ ലിയുഖീമുസ്സലാഹ്, അല്ലാഹുവേ, അവർ നിസ്കാരം നിലനിർത്തുന്നവരാകണം. അതിനാണ് പടച്ചവനെ എന്റെ മക്കളെ ഞാൻ ഉപേക്ഷിക്കുന്നത്. ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, അതുകൊണ്ട് അല്ലാഹുവേ ജനങ്ങളുടെ മനസ്സ് മക്കയിലേക്ക് തിരിക്കണം. അല്ലാഹ്, ജനങ്ങൾക്ക് മക്കയിലേക്ക് പോകണമെന്ന ആഗ്രഹം നീ ഉണ്ടാക്കണം പടച്ചവനെ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉംറക്ക് ഒരുപാട് ആളുകൾ പോകുന്നത്. പോയവരിൽ പിന്നെയും പോകും. ഉംറക്കും ഹജ്ജിനും വരുന്ന കണക്കുകളിൽ ഒരു വർഷം വരുന്ന ആളുകളിലെ 2/3 ഭാഗം മുമ്പൊരിക്കൽ വന്നവരാണെന്നാണ്. പുതുതായി വരുന്നവർ 1/3 ഉള്ളൂ. ഒരിക്കൽ പോയാൽ ഈമാനുള്ളവന് പിന്നങ്ങോട്ട് പോകാൻ അതേ സമയം വർഷത്തിലായി കഴിഞ്ഞാൽ പോകണമല്ലോ എന്ന കൊതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. ഒരിക്കൽ പോയവർക്ക് പിന്നെ ഒരു കൊതി തോന്നി തുടങ്ങും. ഈമാനം വഹ്തിസാബൻ, അള്ളാഹുവിനെ കാണാൻ, അള്ളാഹുവിന്റെ ഹറമ് കാണാനും കൂലി കിട്ടാനും എന്ന പ്രതീക്ഷയിൽ പോയവർ. ഉംറക്ക് അധികം ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ പോണത് ഫ്ലൈറ്റ് കയറാനുള്ള ബുദ്ധി കൊണ്ടാന്നാ കേട്ടത്. വിമാനത്തിൽ കയറി പോയ കഥ പറഞ്ഞിട്ട് അല്ലാഹ് വിമാനത്തിന്റെ ഉള്ളിൽ, പൊന്നു സഹോദരി, വിമാനത്തിന്റെ ഉള്ളിൽ കാണാൻ പോയതാണോ അല്ല അള്ളാഹിന്റെ കഅബ കാണാൻ പോയതാണോ? അള്ളാഹുവിന്റെ കഅബ കാണാൻ പോയതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നേരാകുമ്പോ മറ്റൊരവസരം കൂടെ അള്ളാഹു തരും. ഇടക്കിടക്ക് ഇങ്ങനെ പോകാൻ അവസരം. അതുകൊണ്ടാണ് 2/3 വിഭാഗവും മുമ്പൊരിക്കൽ പോയവരാണെന്ന് പറയാൻ കാരണം. അല്ലാഹുവേ, പഴവർഗ്ഗങ്ങൾ നൽകണമേ, എന്റെ മക്കൾക്ക് നീ ഭക്ഷണം കൊടുക്കണം, എന്റെ മക്കൾക്ക് ഭക്ഷണം നീ കൊടുക്കണം. അല്ലാഹ്,
അങ്ങനെ ഒരു വാപ്പ മകൾക്ക് വേണ്ടി മകന് വേണ്ടി ദുആ ചെയ്ത ദുആഇന്റെ ഉത്തരമാണ് സംസം. സംസം കുടിക്കുമ്പോൾ ഒരുത്തൻ ഓർക്കേണ്ടത് എന്റെ വാപ്പ എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അന്നൊരിക്കൽ ഇബ്രാഹിം നബി ദുആ ചെയ്ത ദുആഇന്റെ ഫലമാണ് സംസം കിണറുണ്ടാകുന്നത്, സംസം വെള്ളം ഒഴുകുന്നത്. സംസം കുടിക്കുമ്പോൾ വാപ്പയുടെ ദുആഇനെ കുറിച്ച് ഓർമ്മ വേണം. കേടായി ദുആ ചെയ്താലും നന്നായി ദുആ ചെയ്താലും ദുആ ഫലിക്കും. എല്ലാം ഹജ്ജ് മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബമാണ്. ഇസ്ലാമിലെ ഒരു കുടുംബ ജീവിതം പഠിപ്പിക്കുകയാണ് അവിടെ. അത് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? നൂഹിനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെ മക്കയിലാക്കിപ്പോയി ഏതാനും ദിവസങ്ങളെ കണ്ടിട്ടുള്ളൂ. ദിവസങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇതുപോലെ എന്നറിയോ, നമ്മൾ ഗൾഫുകാരൊക്കെ പോകുന്ന സമയത്ത് ഭാര്യയ്ക്ക് വിശേഷമുണ്ട്, എന്നെ പ്രസവിച്ചു എന്ന് കേട്ടു. 2 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ കുട്ടി നടക്കാറായിട്ടുണ്ട്. പിന്നെ കുട്ടി വാപ്പാനെ കടത്താനയക്കൂല റൂമിലല്ലേ. ഈ ആളെനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് കുട്ടി കരച്ചിലായി പോകും. വാപ്പാക്കാകെ 1 മാസത്തെ ലീവും 2 ആഴ്ച പുറത്താ വാപ്പ കിടക്കണത്. സുബ്ഹാനല്ലാഹ്. ഒരത്ഭുതം സംഭവിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ. അതിന് കാരണക്കാരി തന്റെ ഉണ്ടായിരുന്ന ഹാജർ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഭർത്താവിനോട് സ്നേഹമുണ്ടായിരുന്ന ഹാജർ ബീവിയാണ്. ഇസ്മായിൽ നബിയെ അറുക്കണമെന്ന അള്ളാഹുവിന്റെ ആജ്ഞയുമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നിട്ട് മോനോട് ചോദിക്കുമ്പോ മകൻ ചോദിച്ചിട്ടില്ല, നിങ്ങൾ ആരാണ്, എന്റെ വാപ്പയാണോ, നിങ്ങൾ ആരാണ് എന്ന് ഒരിക്കൽ പോലും ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയോട് ചോദിച്ചിട്ടില്ലെന്നാണ്. എന്തേ കാരണം എന്നറിയോ? ഗൾഫിലുള്ള ഭർത്താവ് ഗൾഫിലായിരിക്കെ തന്നെ കുഞ്ഞിന് വാപ്പയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാര്യയെ പോലെ ഇബ്രാഹിം നബിയെ കുറിച്ച് എപ്പോഴും പറഞ്ഞു കൊടുത്തിരുന്ന ഉമ്മയായിരുന്നു ഹാജർ റളിയല്ലാഹു അൻഹാ. എപ്പോഴും പറഞ്ഞു കൊടുക്കും വാപ്പയെ കുറിച്ച്. കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല കുഞ്ഞാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, എന്നിട്ടും വാപ്പയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എപ്പോഴും പറഞ്ഞു കൊടുക്കും. അള്ളാഹിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ നബിയാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളാണ് നിന്റെ ഉപ്പയെന്ന് അങ്ങനെ പറഞ്ഞ് ഒരുപാട് തവണ പറഞ്ഞു കൊടുത്ത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും കണ്ണുകൊണ്ട് കണ്ട പോലെ കുഞ്ഞിനെ പഠിപ്പിച്ച ഉമ്മയാണ് ഹാജർ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ടാണ് ഇസ്മായിൽ നബി ഒരിക്കൽ പോലും നിങ്ങൾ ആരാണ് മനുഷ്യ എന്ന് ഇബ്രാഹിം നബിയോട് ചോദിക്കാതെ പോയത്. പെണ്ണുങ്ങളത് മനസ്സിലാക്കണം. പെണ്ണുങ്ങൾ ഗൾഫിലുള്ള ഭർത്താക്കന്മാരുടെ പെണ്ണുങ്ങൾ ഇത് മാതൃകയാക്കണം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ വളർത്തിയത് ഹാജർ റളിയല്ലാഹു അൻഹാ. ഉദ്ഹിയ്യത്തിനെ കുറിച്ച് കേൾക്കുമ്പോ, ഉദ്ഹിയ്യത്ത് ഹജ്ജിന്റെ ഭാഗമല്ലേ, ഉദ്ഹിയ്യത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു വാപ്പയും ഒരു മകനും നടത്തിയ ഡിസ്കഷനാണ് അവിടെ. ഒരു വാപ്പയും മകനും തമ്മിൽ നടന്ന സംഭാഷണം, കൂടിയാലോചന, അത് ഓർമ്മ വരണം ഉദ്ഹിയ്യത്ത് നടക്കുമ്പോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. മോനെ, എനിക്ക് സ്വപ്ന ദർശനമുണ്ടായിട്ടുണ്ട്. മോനെ ഞാൻ അറുക്കുകയാണെന്ന്. നിന്റെ അഭിപ്രായം എന്താണ് മോനെ? ഫൻദുർ മാദാ തറാ. മോന്റെ അഭിപ്രായം എന്താണ്? വാപ്പ മകനോട് കൂടിയാലോചിക്കുന്നു. ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ മക്കളോടൊരു കൂടിയാലോചന. വാപ്പ ഒരു വാഹനം മേടിക്കുമ്പോ മക്കളോടൊരു കൂടിയാലോചന. വാപ്പ ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഒരുങ്ങുമ്പോ മക്കളെ വിളിച്ചിട്ടൊരു ചോദ്യം, ഇത് നമ്മൾ ചെയ്യാറുണ്ടോ? ഇബ്രാഹിം നബി ചെയ്തു. ഉദ്ഹിയ്യത്ത് പഠിക്കുമ്പോൾ ഈ മശ്വറയാണ് പഠിക്കേണ്ടത്. ഇസ്മായിൽ എന്ന പൊന്നുമോനെ കൈയും കാലും കെട്ടിവെച്ച് ബലിയെറുക്കാൻ കൊണ്ടുപോകാൻ ഇബ്രാഹിം നബി എന്ന വാപ്പക്ക് കഴിയും. പക്ഷേ
തന്റെ ഇടമുള്ള മകനായിട്ടുണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആ മോനോട് ചോദിച്ച ചോദ്യമാണ്, മോനെ ഫൻദുർ മാദാ തറാ, നിന്നെ ബലികടിക്കണമെന്ന് അല്ലാഹു എന്നോട് പറയുന്നുണ്ട്, മോന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കണം. ഇങ്ങനെ ബാപ്പമാർ മക്കളോട് കൂടി ആലോചിക്കാറുണ്ടോ? മക്കളോട് ചർച്ചകൾ ചെയ്യാറുണ്ടോ? ഞാൻ തന്നെ എല്ലാം എന്റെ വാക്കിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്നെയും മക്കളോട് മുഷാവറ ചെയ്യൽ നിങ്ങൾക്ക് സുന്നത്താണ്. ഇത് പഠിപ്പിക്കുകയാണ് ഉദ്ഹിയ്യത്ത്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ ജീവിതം, ഹജ്ജ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കുടുംബത്തിന്റെ ചിത്രമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പൊന്നുമോൻ മറുപടി പറഞ്ഞത്, യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പാ, അള്ളാഹു എന്താണോ നിങ്ങളോട് പറയുന്നത് അങ്ങനെ ചെയ്തേക്കണം ഉപ്പാ, എനിക്കത് പ്രശ്നമല്ല. വാപ്പയെ അനുസരിച്ച ഒരു മോന്റെ ചിത്രമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. വാപ്പയെ അനുസരിക്കുന്ന മക്കൾ. വാപ്പ പറയുന്ന വിഷയം തൃപ്തികരമല്ലെങ്കിലും വേദനിക്കുന്ന വിഷയമാണ്. വാപ്പ ഈ പറയുന്നത് കഴുത്തറുക്കാനാണ്. എന്നാൽ തന്നെയും ഉപ്പാ, നിങ്ങളുടെ തീരുമാനമാണ് എന്റേത്, നിങ്ങളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം എന്ന് നാവുകൊണ്ട് തുറന്നു പറഞ്ഞ ഒരു പൊന്നുമോൻ, ഒരു പൊന്നുമക്കളെ ഓർമ്മ വരണം ഇബ്രാഹിം നബിയുടെ ചരിത്രം കേൾക്കുമ്പോ. യ ഫൈസാന നസർതാ ये फैजान नजर था, या मकतब की करामत थी, सिखाया किसने इस्माइल को आदाब फर्जंदी. अल्लामा इकबाल ചോദിക്കുന്നുണ്ട്, ये फैजान नजर था, या मकतब की करामत थी, सिखाया किसने इस्माइल को आदाब फर्जंदी. ഇത് അല്ലാഹു നൽകുന്ന ദിവ്യ കടാക്ഷമായിരുന്നോ? അതല്ല, മക്തബി കി കറാമത്തി, ഇസ്മായിൽ നബി അലൈഹിസ്സലാം പഠിച്ച പാഠശാലയുടെ മദ്രസയുടെ പുണ്യമായിരുന്നോ? സിഖായ കിസ്നെ, ആരാണ് പഠിപ്പിച്ചത് ഇസ്മായിൽ നബിയെ? ആദാബ് ഫർസന്തി. ഒരു മകൻ പാപ്പയെ അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുത്ത മദ്രസ ഏതാണ്? അതല്ല, ഒരു മദ്രസയിലും പോകാതെ അള്ളാഹു ഡയറക്റ്റ് പഠിപ്പിച്ചു കൊടുത്തതായിരുന്നുവോ? ചോദിക്ക. അപ്പോ ഇസ്ലാമിലെ കുടുംബജീവിതം എന്ന് പറയുമ്പോ അള്ളാഹു തീർത്തും കുടുംബത്തിന്റെ ചരിത്രം പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ ചരിത്രത്തിൽ. അർദ്ധങ്ങ് അള്ളാഹു ഇബാദത്താക്കി. ഹജ്ജിന് പോകുന്നത് കുടുംബ ബന്ധം നന്നാക്കാനാണ്. നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ പൊരുത്തപ്പെടിക്കൂലേ? പൊരുത്തപ്പെടണട്ടോ. കുറെ കുരുത്തക്കേട് ഇടങ്ങാറൊക്കെ ആക്കിയിട്ടുണ്ട്. അത് ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി ഞാൻ തുടരും. അതുവരെ പൊരുത്തപ്പെട്ടേക്കാണ്. ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഞാൻ ഗീബത്തും നമീമത്തൊക്കെ പറയും. അതുവരെ പൊരുത്തപ്പെട്ടേക്കുന്നത്. അതപ്പോ ഈ ചോദിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നത്. അയൽപക്കക്കാരന് ഒരു വണ്ടി കടന്നു പോകാൻ അടി സെന്റോ കൊടുക്കൂല അല്ലെ? ആ മൂല ഒന്നാണ് ചെരിച്ചെന്ന ഒരു വണ്ടി പോരൂലേ? എനിക്കെന്റെ ഭൂമി, അരടി ഭൂമി, സുബ്ഹാനല്ലാഹ്, ഖബർക്ക് കൊണ്ടുപോകുവോ? ഇല്ല. അവന്റെ മതിൽ ഒന്നും കെട്ട് മാറ്റി കുത്തിയാൽ എത്രയോ ആളുകൾക്ക് മനസ്സമാധാനത്തോടെ യാത്ര ചെയ്യാൻ പറ്റും. വിട്ടുകൊടുക്കൂല, പൊന്നാണല്ലോ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മൾ ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അള്ളാഹു ഇത് കബൂലാക്കൂന്ന് അള്ളാഹു ആലം. അള്ളാഹു ആലം. മുഅ്മിനീങ്ങളെ, അയൽവാസികളെ അടങ്ങാറാക്കിയിട്ടും ബുദ്ധിമുട്ടാക്കിയിട്ടൊന്നും അള്ളാഹ് എന്തല്ല ഈ ഇബാദത്തൊന്നും വേണ്ട. ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഭയങ്കര നിസ്കാരാണ്. എന്താ നിസ്കാരം, സ്വലാത്തും ദിക്റൊക്കെ, പോകാത്ത ഖുർആൻ ക്ലാസ് ഇല്ല ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ. നബിയോട് പറയാം, നബിയെ അയൽവാസികളോട് വല്ലാണ്ട് ഉപദ്രവിക്കണ പെണ്ണ, ഹിയ ഫിന്നാർ, ഓള് നരകത്തില. രണ്ടാമൊരു മറുത്തൊരു ചോദ്യം പോലും നബി ചോദിച്ചില്ലെന്നാണ്. ഹിയ ഫിന്നാർ. എന്ത് അമൽ ചെയ്തിട്ടെന്താ? സ്വന്തം സഹജീവികളോട് സ്നേഹവും കാരുണ്യം ഇല്ലെങ്കിൽ നരകത്തിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ കുറേ ആൾക്കാരൊക്കെ മതിലൊക്കെ ഒന്ന് മാറ്റി കുത്തേണ്ടി വരും. ആരെയും ഇടങ്ങേറാക്കരുത്. അരടി ഭൂമി കൊണ്ട് ഒന്നും നടക്കാൻ പോണില്ല. അഹങ്കാരവും അസൂയയും മനസ്സിൽ കൂടാന്നല്ല, അതൊന്നും നടക്കൂല. ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് സാവകാശം ചെയ്തു കൊടുത്താൽ യഫ്സഹില്ലാഹു ലക്കും, ഖബറിൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത തരും. അള്ളാഹു തരുമാറാകട്ടെ. ഹജ്ജിലൂടെ പഠിപ്പിച്ചത് അതാണ് അല്ലാഹു തആല. ഹജ്ജ് മുഴുവനും കുടുംബത്തിന്റെ ചരിത്രമാണ്.
കുടുംബത്തിന്റെ ചരിത്രം പറഞ്ഞ അല്ലാഹു സൂറത്തുൽ ഫുർഖാനിലെ ഒരു ആയത്ത് തന്നെ നീക്കി വെച്ചു, ഒരൊറ്റ ആയത്ത് മുഴുവനും. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തെ ഭാഗം 74-ാമത്തെ ആയത്തെന്നാണ് എൻ്റെ ഓർമ്മ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما. ഇങ്ങനെ ദുആ ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന്റെ വളരെ ഇഷ്ടപ്പെട്ട ആളുകളാണ്. നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. ശുദ്ധ ഖുർആൻ അല്ലാഹു തന്നെ പറഞ്ഞു, 2 ദുആ എപ്പോഴും ദുആ ചെയ്യണേ, മറന്നു പോകരുത്. രണ്ടും പറഞ്ഞത് ഈ സൂറത്തിലാണ്, സൂറത്തുൽ ഫുർഖാൻ. വല്ലദീന യഖൂലൂന, ഇങ്ങനെ പറയുന്നവർ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ്. റബ്ബനാ സ്വരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. എല്ലാവരും ഒരുമിച്ച് ഒന്ന് ചൊല്ലുവോ? റബ്ബന സ്വരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അല്ലാഹുവേ, നരകത്തിന്റെ ശിക്ഷ ഞങ്ങളിൽ നിന്നും തട്ടിമാറ്റണമേ. ഇന്നഹാ സാഅത് മുസ്തഖറ, ഒരിക്കലും ഞങ്ങൾക്ക് വന്നു ചേരാൻ പറ്റാത്തത്, ഒരിക്കലും ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തതാണ് നരകമല്ലാ. ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കേണമേ. ഇത് ദുആ ചെയ്യുന്നവർ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ്. വീണ്ടും ഒരു ദുആയുണ്ട്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഈ 2 ദുആ ജീവിതത്തിൽ എപ്പോഴും മനപ്പാഠമാക്കിക്കോളിൻ. റബ്ബന ചൊല്ലിക്കോളൂ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകണമേ. ഹബ്ലന, ഓശാരമായി നൽകണമേ. എന്ത് നൽകണം? മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ, വദുർരിയാതിന, ഞങ്ങളുടെ മക്കളിലും എന്തു വേണം? ഖുർറത അഅ്യുനിൻ, കണ്ണിന്റെ കുളിർമ തരണേ അല്ലാഹ്. വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, അല്ലാഹുവേ, ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി തരണമേ. മുത്തഖി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ. അവർക്ക് ഇമാമ നിൽക്കാൻ പറ്റിയ ആൾ. ഇമാമ ചെയ്യുന്നതേ മഅ്മൂമ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോ മുത്തഖീങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ആളുകളാക്കി നീ ഞങ്ങളെ മാറ്റി തരണമേ. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. മക്കളോട് കൺകുളിർമ, മക്കളിൽ നിന്ന് കൺകുളിർമ കിട്ടാനും ഭാര്യ സന്തതികളിൽ കൺകുളിർമ ലഭിക്കാനും പെൺകുട്ടികളെ ജീവിതത്തിലേക്ക് അല്ലാഹു തആല ജീവിതത്തിൽ സഹായിയാകുന്ന മരണം വരെ നീണ്ടു നിൽക്കുന്ന മരണത്തിനപ്പുറത്തേക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു ഭാര്യയെ ഇണയായി ലഭിക്കണമെങ്കിൽ ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിലോ കോളേജിന്റെ മുമ്പിലോ പോയി വായ നോക്കി നിൽക്കുന്നതിന്റെ മുമ്പ് ഈ ദുആ മര്യാദക്ക് ധാരാളം ചൊല്ലിയിട്ട് പോയാൽ മതി കേട്ടോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ഇങ്ങനെ ദുആ ചെയ്തിട്ടൊരു പെൺകുട്ടിയെ അല്ലാഹു ഇണയാക്കി തന്നാൽ നിന്റെ ജീവിതം വിജയിച്ചു. അല്ലാത്തതൊക്കെ പരാജയപ്പെടും. ചോദിക്കണം. അപ്പൊ ഒരു സംശയം, പടച്ചോനെ, ഈ വേദനക്ക് നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലല്ലോ. ഞാൻ പെണ്ണിട്ടിയപ്പോൾ ദ്വാരന്നിട്ടുമില്ല, ഓളും ദ്വാരന്നിട്ടില്ല, ഞാനും ദ്വാരന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ കുട്ടികളെ മക്കളെ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്ത്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എന്നാലും ദുആ ചെയ്താൽ കൂലി കിട്ടും. പക്ഷെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ, കുഴപ്പമൊക്കെ കല്യാണം കഴിഞ്ഞിട്ടേ അറിയുള്ളൂ. കല്യാണം ആലോചിക്കുമ്പോൾ എന്താണ് ഓരോ കുടുംബത്തിൻ്റെയും പോരിശാന്ന്. അല്ലാഹ്, ഓൽക്ക് അവിടെ സിംഗപ്പൂരിൽ ഇത്ര, ദുബൈയിൽ ഇത്ര, പിന്നെ അതേ അളാപ്പാൻ്റെതാണോല്ലോ, പിന്നെ ദുബൈത്തോ അത് മൂത്താപ്പാൻ്റെത്. അപ്പൊ ഇതൊക്കെ വരുന്നതല്ല ആദ്യം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്.
അങ്ങനെ നമ്മൾ ഒരു തരം ബ്ലൈൻഡഡ്നെസ് വരും കല്യാണം ആലോചിക്കുമ്പോൾ. മൊത്തത്തിൽ ഒരു കണ്ണ് കാണാത്തൊരവസ്ഥ വരും. പിന്നെ ചെക്കനെ കല്യാണം ആലോചിക്കാൻ നോക്കുമ്പോൾ അവ്വൽ വക്ത് സുബൈക്ക് പള്ളിയിൽ സുബ്ഹാനല്ലാഹ് അങ്ങനത്തെ മക്കളൊക്കെ ഒന്ന് കാലത്ത് കിട്ടുമോ? അതെ, ബ്രോക്കർ. അസ്രസ്കാരത്തിന് സുബൈ പള്ളിയിലുണ്ട്, സുബൈക്കുണ്ട്. ഈ 2 നിസ്കാരം ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിനെ പറ്റി പറയാനുണ്ടോ? എന്നാ പിന്നെ ഈ പുതിയാപ്പിള തന്നെ ആയിക്കോട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേന്നോ ഈ ഏർപ്പാട് നിർത്തി ചെയ്തിട്ടുണ്ടോ? കല്യാണം ശരിയാവാൻ വേണ്ടി തുടങ്ങിയ നിസ്കാരമായിരുന്നു. പിന്നെ മനസ്സിലായത് സുബ്ഹാനല്ലാഹ്. പിന്നെ ഓന് കള്ളുടിയുണ്ട്, ഓന് ചീട്ടുകളുണ്ട്, ഓന് മയക്കുമരുന്നുണ്ട്, ഓന് വേറെ ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. ഇതൊക്കെ പിന്നെ മനസ്സിലാവുന്നത്. ദുആ ചെയ്യണം പെണ്ണേ, ദുആ ചെയ്തോ. ഭർത്താവിന്റെ സ്വഭാവം നന്നായി കിട്ടണമെങ്കിൽ ദുആ ചെയ്തോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. കല്യാണം കഴിച്ചപ്പോ പെണ്ണും ഇങ്ങനെയായിരുന്നു, നല്ല സ്വാലിഹത്തായ കുട്ടിയാണെന്നൊക്കെ വിചാരിച്ചു. പിന്നെയാണ് കേൾക്കുന്നത് അവളുടെ കോളേജിലെ ഫ്രണ്ടുമായി ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് അത്രേ. അവളുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യാ അല്ലാ, പെട്ടുപോയല്ലോ പടച്ചവനെ, എന്റെ പെണ്ണെന്നെ പറ്റിച്ചുവല്ലോ. എനിക്കാണെങ്കിൽ കുഞ്ഞുമായി കഴിഞ്ഞ് ഇവളെ ഒഴിവാക്കാനും വയ്യ, കൊണ്ട് നടക്കാനും വയ്യ. ആ പെണ്ണിനെ നന്നായി കിട്ടാനും ദുആ ചെയ്തോളൂ ചെറുപ്പക്കാരെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. പാതിരാത്രി എഴുന്നേൽക്കുകയും സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ സാധിച്ച് ഈ ദുആ എങ്ങാനും ചൊല്ലിയാൽ അർശിന്മേൽ തട്ടുകയും അല്ലാഹു ഉത്തരം തരികയും ചെയ്യും. പരീക്ഷിച്ചു നോക്കി. എന്നിട്ട് നടന്നിട്ടില്ലെങ്കിൽ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ വേറൊരു മരുന്ന് പറഞ്ഞില്ല. ഇത് മതി, ഇത് ഒറ്റമൂലിയാണ്. തഹജ്ജുദിന്റെ 2 റക്അത്ത് നിസ്കാരം അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ച് അങ്ങ് കൈയുയർത്തി ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം തരിക തന്നെ ചെയ്യും. സ്വഭാവങ്ങൾ മാറിക്കിട്ടും, ആളുകൾ നന്നായി വരും, തിന്മകൾ ഉപേക്ഷിച്ച് അല്ലാഹുവിന്റെ വഴിയിലേക്ക് വരും. കല്യാണം കഴിച്ചവരും കഴിക്കാൻ പോകുന്നവരും കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരും ചെറുപ്പക്കാരും വിവാഹം ആലോചിക്കാൻ തുടങ്ങുന്നവരുമെല്ലാം ചൊല്ലേണമേ റബ്ബനാ. ഈ കല്യാണം കഴിച്ചവരും കഴിക്കാനുള്ളവരും കഴിച്ചു കഴിഞ്ഞവരൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കണത് അല്ലേ? അപ്പൊ എല്ലാവരും ഉറക്കൊന്ന് ചൊല്ലിക്കൂടെ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما. ഇന്ന് വയല് കഴിയുമ്പോഴേക്ക് ഇത് പഠിച്ചെടുക്കണം. ഈ ആയത്ത്, ഈ ദുആ ഓർമ്മയില്ലാത്തവര് പഠിക്കുക, ഓർമ്മാതിയുള്ളവര് എന്ത് ചെയ്യുക? പൊടി തട്ടെടുക്കുക, ആശയങ്ങളൊക്കെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കുക. അല്ലാഹുവേ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ മക്കളിൽ നീ തരേണമേ എന്നല്ല, ഞങ്ങളുടെ ഇണകളിൽ. അസ്വാജ്, സൗജ് എന്ന അറബിയിൽ പറയുന്നത് ഒരു വലിയ അത്ഭുതമുള്ള പ്രയോഗമാണ്. സൗജ്, സൗജ് എന്ന വാക്കിന്റെ അർത്ഥം ഇണ എന്നാണ്, ഭാര്യ എന്നല്ല. സൗജ് ഒരേ സമയം ഭാര്യയ്ക്കും പറയും ഭർത്താവിനും പറയും. പക്ഷെ സൗജത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ പെണ്ണിന് മാത്രമേ പറയുള്ളൂ. പക്ഷെ സൗജ്, ഹാദിഹി സൗജി എന്ന് പറഞ്ഞാൽ ഇതെന്റെ ഭാര്യയാണ്, ഹാദാ സൗജി ഇതെന്റെ ഭർത്താവാണ്. ആണിനും പെണ്ണിനും പറയുന്ന വാക്കാണ് സൗജ്. അസ്വാജ് അതിന്റെ ജംആൻ, അതിന്റെ പ്ലൂരലാണ്. കല്യാണം കഴിക്കുന്നത് 2 ലക്ഷ്യത്തിനാണെന്നാണ്. 2 ലക്ഷ്യം. ഒന്ന്, ഒരു മനുഷ്യന്റെ ദീൻ പൂർത്തിയാവണം. കല്യാണം കഴിക്കുന്നത് ഒരു മനുഷ്യന്റെ ദീൻ പൂർത്തിയാവാനാണ്. അതുകൊണ്ടാ നിക്കാഹിന്റെ സദസ്സിൽ ഒരു ഹദീസ് ഓതും, മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റസ ثلثي ദീനിഹി ഫൽയത്തഖില്ലാഹ ഫി الثلث الباقي. അത് കഴിഞ്ഞ് പിന്നെ ഖുതുബ നിർത്തൂലേ, അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ ഇതിന് റബ്ബേ എന്താണ് ചായക്ക് കടിയുള്ളത് എന്നൊക്കെ ആലോചിച്ചു തുടങ്ങി. കല്യാണത്തിന്റെ സദ്യയെ പറ്റി ആലോചന ആയിക്കോട്ടെ. മൻ തസവ്വജ ബിംറഅത്തിൻ, ഒരാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഫഖദ് അഹ്റസ ثلثي ദീനിഹി, അവന്റെ ദീനിന്റെ 2/3 ഭാഗവും ക്ലിയറായി. ദീൻ 3 ഭാഗമാണെന്ന് വിചാരിച്ചാൽ അതിന്റെ 2/3 ശരിയായി. ഇനി 1 ഭാഗം അതവൻ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ. അതിനർത്ഥം എന്താണ്? കല്യാണം കഴിക്കാതെ നടക്കുന്ന ചെറുപ്പക്കാർ എത്ര വലിയ ആബിദീങ്ങളാണെങ്കിലും ഇബാദത്തുള്ള ആളുകളാണെങ്കിലും അവരുടെ ദീനിന്റെ 2/3 എംറ്റി ആയി കിടക്കുക, അത് ക്ലിയർ ആയിട്ടില്ല. അത് കല്യാണം കഴിച്ചാൽ തന്നെ ശരിയാവുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് ഹദീസ് ഉള്ളത്, ഷിറാറുക്കും ഉസ്സാബുക്കും, നിങ്ങളിൽ കല്യാണം കഴിക്കാത്ത ആൾക്കാരാ ഏറ്റവും ഷർറുള്ളവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിക്കാൻ ടൈം ആയിട്ടുണ്ട്, അവന് മഹർ കൊടുക്കാനും
ചെലവ് കൊടുക്കാനും കഴിവുണ്ട്. എന്നിട്ട് കല്യാണം കഴിക്കാത്ത ആളുകൾ നിങ്ങൾക്ക് പണി തരും. അതതിൻ്റെ അർത്ഥം. നിങ്ങൾ ഷർഫായവർ അവരാണ്. ഏത് നാട്ടിലും കുഴപ്പക്കാരി പെണ്ണെട്ടാത്തവരാണ്. കല്യാണം കഴിച്ചവൻ എൻ്റെ പഠിച്ചവൻ്റെ ഭാര്യ വീട്ടുകാരെ അറിയോ, എൻ്റെ പുതിയാപ്പിളുടെ വീട്ടുകാരെ അറിയോ, എന്തെങ്കിലും ഒരു അല്പൊരു മാനക്കേട് തോന്നൂലേ? ഇതിപ്പോൾ എന്താ അടിച്ചു പൊളിച്ച് ജീവിക്കുക? ആര് എന്ത് അല്ലേ? ആരുടെ എന്തടേന്ന് ചോദിച്ച് നടക്കുന്ന കാലാണ്. സുബ്ഹാനല്ലാഹ്. ഈ ചെറുപ്പക്കാരെ ബോധം വരണമെങ്കിൽ വിവാഹത്തിലൂടെ അവർ അള്ളാഹുവിൻ്റെ വഴിക്ക് കടക്കണം എന്നാണ്. അല്ലെങ്കിൽ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നം വരും. അപ്പോഴാണ് ക്ലബ്ബുകൾ സജീവമാകുന്നത്, അപ്പോഴാണ് പാതിരാത്രി കയറി വരുന്ന സംഭവം വരുന്നത്, അപ്പോഴാണ് അനോണിമസ് കോളുകൾ ആൻസർ ചെയ്യുന്നത് കാണുന്നത്, അപ്പോഴാണ് മറ്റു കാര്യങ്ങളൊക്കെ. ഷിറാറുക്കും ഉസ്സാബുക്കും. ദീൻ പൂർത്തിയാവലാണ് വിവാഹത്തിന്റെ ഒരു ലക്ഷ്യം. വേറെ ഒരു ലക്ഷ്യമുണ്ട്, മക്കൾ ജനിക്കുക, കുട്ടികൾ ഉണ്ടാവുക എന്നത്. അതൊരു പക്ഷേ ഒരു വിവാഹത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള ഒരു മനുഷ്യന്റെ ആവശ്യമായിക്കൊള്ളണം എന്നില്ല. ഇത് രണ്ടും ശരിയായില്ലെങ്കിൽ അള്ളാഹു വിളിക്കുന്നത് ഇംറഅ, പെണ്ണ് എന്നാണ്, ഇണ എന്നല്ല. സൗജ് എന്ന് അള്ളാഹു വിളിക്കൂല. എങ്ങനെ? നിങ്ങളുടെ ദീൻ പൂർത്തിയായില്ലെങ്കിൽ, നിങ്ങൾക്ക് മക്കൾ ജനിച്ചില്ലെങ്കിൽ അള്ളാഹു തആല വിളിക്കുന്നത് ഇംറഅ എന്നാണ് നിങ്ങളുടെ ഭാര്യയെ കുറിച്ച്. എന്തല്ല? സൗജ് എന്നല്ല, ഇണ എന്നല്ല. ദുആ ചെയ്യുന്നതോ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ. സൗജ് എന്ന് പറയുന്ന വാക്കിന് പ്രത്യേകതയുണ്ട്, ഇംറഅ എന്ന വാക്കിനും പ്രത്യേകതയുണ്ട്. ഇത് അറബി അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നാലും ഒരു ഇൽമല്ലേ നമ്മൾ മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ മുസ്ലിമായിരുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ ശരീരത്തിൽ പറ്റൂലേ? എന്ത് കുട്ടിനെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ആലോചിച്ചുകൊണ്ട് നൂഹ് നബിന്റെ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ശരീരത്തിൽ അതില്ല. നമുക്ക് പറ്റൂല. നമുക്ക് മുസ്ലിമിനെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യമാർ മുസ്ലിമാവാത്തവരുണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. ലോകത്ത് വരാൻ പോകുന്ന സർവ ദൈവനിഷേധികൾക്കുമുള്ള ഉദാഹരണം നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരാണ്. ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. സൗജത നൂഹിൻ സൗജത ലൂത്ത് എന്ന് പറഞ്ഞോ? ഇല്ല. ഇംറഅ എന്ന് പറഞ്ഞ പെണ്ണ്, വുമൻ. സൗജ് എന്ന് പറയുമ്പോഴേ സ്പൗസ് എന്നാകുന്നുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഭാര്യ എന്നാകുന്നുള്ളൂ. എന്താ കാരണം എന്നറിയോ? രണ്ടുപേരും മുസ്ലിം ആയിട്ടില്ലല്ലോ. ഒരാളല്ലേ മുസ്ലിം, ഭർത്താവ് മുസ്ലിമാണ്, ഭാര്യ മുസ്ലിമത്തല്ല. അതുകൊണ്ട് ഇണയായില്ല, അവർ ഇസ്ലാമിൽ യോജിച്ചിട്ടില്ല. അള്ളാഹു ഇണ എന്ന് വിളിക്കൂല. അതിന്റെ തൊട്ടടുത്ത ആയത്ത് വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. അള്ളാഹു ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നു. ലില്ലദീന ആമനു, ഈമാനുള്ള ആളുകൾക്കുള്ള ഉദാഹരണം. ഇംറഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യയാണ്. ആരാ ഫറോവയുടെ? ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ. ഇംറഅത ഫിർഔൻ. എന്തേ സൗജത്ത് എന്ന് പറയാത്തത്, ഭാര്യ എന്ന് പറയാഞ്ഞത്? ഫിർഔനിന്റെ പെണ്ണ് എന്ന് പറഞ്ഞു. കാരണം ഭാര്യ അള്ളാഹുവിൽ ഭയപ്പെടുന്ന നല്ല പെണ്ണാണ്.
ഭർത്താവ് മോശക്കാരനാണ്, അതുകൊണ്ട് സൗജ് ഇണയായിട്ടില്ല. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, സൗജായിട്ടില്ല. അപ്പോൾ രണ്ടുപേരും മുസ്ലിം അല്ലെങ്കിൽ അള്ളാഹു സൗജ് എന്ന് വിളിക്കൂല. ഇനി വിവാഹത്തിന്റെ മറ്റൊരു ലക്ഷ്യം മക്കൾ ജനിക്കലാണ്, മക്കൾ ഉണ്ടാവുക എന്നതാണ്. ചിലർ പറയും കുട്ടികളൊന്നും ആവശ്യമില്ല എന്ന്. ഇവിടെ ഒരു 4, 5, 8, 10 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ അവൻ നിർബന്ധിതമായും ഒരു കുഞ്ഞൊക്കെ വേണം എന്ന് ആഗ്രഹിച്ചു തുടങ്ങും. സ്വാഭാവികമാണ്. മനുഷ്യന്റെ സന്തോഷം പൂർത്തിയാകുന്നത് മക്കളിലൂടെയാണ്. അള്ളാഹു മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു കൺകുളിർമയുള്ള മക്കളെ റബ്ബ് കൊടുക്കട്ടെ. മക്കളില്ലാത്തവരോടെ പെണ്ണുങ്ങൾക്ക് വല്ലാത്തൊരു ചോദ്യമുണ്ട്, പിന്നെ ആർക്കപ്പോൾ കുഴപ്പം? സുബ്ഹാനല്ലാഹ്. ഈ ചോദിക്കുന്ന ആൾക്ക് വല്ല കുഴപ്പമുണ്ടാവണം, അപ്പോഴേ ഇങ്ങനെ ചോദിക്കാൻ പാടുള്ളൂ. ആർക്കാ കുഴപ്പം? നമ്മൾ വിചാരിച്ചാൽ അവിടെ കഴിവുകൊണ്ട് അവൾക്ക് കുട്ടികളുണ്ടായത്. അല്ലല്ല. യഹബു ലിമൻ യശാഉ ഇനാസാ വയഹബു ലിമൻ യശാഉ الذുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസാ വയജ്അലു മൻ യശാഉ അഖീമാ യഹബു ലിമൻ യശാഉ ഇനാസാ. വാസിലത്ത് ഇബ്നുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ആദ്യം ഒരാൾക്ക് പെൺകുട്ടി ജനിക്കുന്നത് ആ പെണ്ണിന്റെ ഉമ്മയുടെ ഭാഗ്യമാണ്, ഭാര്യയുടെ ഭാഗ്യമാണ് ആദ്യം ജനിക്കുന്നത്, പെൺകുഞ്ഞാകുന്നത്. ആദ്യം ജനിച്ച കുട്ടി പെൺകുട്ടിയാവാം. എന്റെ കാരണം എന്നറിയോ? അള്ളാഹു മക്കളെ നൽകുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് പെൺകുട്ടികളെയാണ്. അതിൽ നിന്ന് യഹബു ലിമൻ യശാഉ ഇനാസാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് പെൺകുട്ടികളെ കൊടുക്കുന്നത്. ഭാര്യയും ഭർത്താവുമായി ജീവിച്ചാൽ മക്കൾ ജനിക്കണമെന്നില്ല, അള്ളാഹു ഉദ്ദേശിക്കണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മശീഅത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് വയഹബു ലിമൻ യശാഉ الذുകൂർ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും കൊടുക്കും. ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസാ, ചിലർക്ക് അല്ലാഹു ആൺമക്കളെയും കൊടുക്കും പെൺമക്കളെയും കൊടുക്കും. വയജ്അലു മൻ യശാഉ അഖീമാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു മക്കൾ ജനിക്കാത്തവരായി മാറ്റുന്നുണ്ട്. അഖീമാ, എത്ര ചികിത്സിച്ചിട്ടും കാര്യം ലഭിക്കുന്നില്ല, എത്രയേറെ പ്രാർത്ഥിച്ചിട്ടും മക്കൾ ജനിക്കുന്നില്ല. അവര് സമാധാനിക്കണം. ഒരുപക്ഷെ ചീത്തപ്പേര് വരുത്തുന്ന ഒരു മകൻ ഉണ്ടാകുന്നതിനേക്കാൾ നാണക്കേട് വരുത്തി കണ്ട ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെയോ ജൂതന്റെയോ കൂടെ നിരീശ്വരവാദിയുടെയോ കൂടെ ഇറങ്ങിയോടി മുസ്ലിം ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ നരകത്തിലേക്ക് പോകുന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിനേക്കാളും ഭേദം മക്കളില്ലാതാവലല്ലേ. അതായിരിക്കണം അല്ലാഹുവിന്റെ തീരുമാനമെന്ന് ഓർത്ത് സമാധാനിക്കണം. വയജ്അലു മൻ യശാഉ അഖീമാ. ഇസ്ലാം പറയുന്നത് അൽ ബനാതു ഹസനാത്ത് തുസാബൂന അലൈഹാ, പെൺകുട്ടികൾ നന്മയാണ്, നന്മക്ക് അല്ലാഹു കൂലി തരും. വൽ ഔലാദ്, ആൺമക്കൾ എന്ന് പറയുന്നത് നിഅമത്തുൻ, അല്ലാഹു തരുന്ന നിഅമത്താണ്. തുസ്അലൂന അൻഹാ, നാളെ നിഅമത്തിനെ കുറിച്ച് ചോദ്യമുണ്ട്. ആൺകുട്ടികളെ പറ്റി നാളെ ചോദ്യം വരും. നിനക്ക് ഇത്രയെത്ര മക്കളുണ്ടായിട്ട് ഒരു മകനെയെങ്കിലും ഒരു ആലിമാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരു മകനെയെങ്കിലും ഒരു ഹാഫിളാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരു മകനെയെങ്കിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്നവനാക്കാൻ കഴിഞ്ഞില്ലല്ലോ. എല്ലാ മക്കളും കള്ളുകുടിയന്മാർ, എല്ലാ മക്കളും മയക്കുമരുന്നിന്റെ അഡിക്റ്റുകൾ, എല്ലാ മക്കളും വ്യഭിചരിക്കുന്നവർ. എന്തേ നിന്റെ ആൺമക്കളെ എനിക്ക് വേണ്ടി സമർപ്പിക്കാഞ്ഞത് എന്ന് അള്ളാഹു ആൺമക്കളുള്ള ഉമ്മയോടും അപ്പയോടും ചോദിക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ പെൺകുട്ടികൾ പെൺകുട്ടികൾ തന്നെ നന്മയാണ്, നന്മക്ക് അല്ലാഹു കൂലി തരും. പെൺകുട്ടികൾ ഉണ്ടാവൽ തന്നെ നന്മയാണ്, അവരുണ്ടാവൽ തന്നെ നന്മയാണ്. ആ നന്മക്ക് അല്ലാഹു കൂലി തരും. മൻ കാനത് ലഹു സലാസു ബനാതിൻ, ആർക്കെങ്കിലും 3 പെൺമക്കൾ ഉണ്ടാവുകയും ഫഅദ്ദബഹുന്ന, ആ പെൺകുട്ടികൾക്ക് അച്ചടക്കം പഠിപ്പിക്കുകയും ആ പെൺമക്കളെ സംരക്ഷിക്കുകയും ചെയ്താൽ കുന്നലഹു സിത്റം മിനന്നാർ, നരകത്തിൽ നിന്ന് കാവൽ ചെയ്യാൻ 3 പെൺമക്കൾ കാരണമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി.
3 ആൺകുട്ടികളുണ്ടായാൽ നരകത്ത് പോകില്ല എന്ന് നബി പറഞ്ഞിട്ടില്ല. 3 പെൺമക്കളുണ്ടായാൽ ആ മനുഷ്യന് നരകം കിട്ടൂല, നരകമുണ്ടാവില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാൾ ചോദിച്ചു, നബിയേ 2 മക്കളാണെങ്കിലോ, നബിയേ 2 പെൺകുട്ടികളാണെങ്കിലോ? തങ്ങൾ പറഞ്ഞു, 2 ആണെങ്കിലും 2 പേരും അവന് നരകത്തിൽ നിന്ന് കാവലാണ്. സ്വഹാബി പറയാ, ഞങ്ങൾ ഇനി 1 കുട്ടിയാണെങ്കിലോ എന്ന് ചോദിച്ചാൽ നബി അതും എന്ന് പറയുമെന്ന് ഞങ്ങൾക്ക് തോന്നി, പക്ഷെ ഞങ്ങൾ ചോദിച്ചില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയാം, മക്കൾ ജനിക്കുമ്പോഴാണ് അല്ലാഹു സൗജി എന്ന ഇണയാവുക എന്ന ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷകരമായൊരു മുഹൂർത്തം അല്ലാഹു നൽകുന്നത്. അതുകൊണ്ടാണ് സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു, അല്ലാഹുവേ മക്കൾ വേണം. സക്കരിയ നബിക്ക് വയസ്സ് 90 കഴിഞ്ഞിരിക്കുകയാണ്. ഫലസ്തീനിൽ ജീവിച്ചു സക്കരിയ നബി അലൈഹിസ്സലാം. ഇന്നത്തെ ജെറൂസലേമിൽ മറിയം ബീവിയെ പള്ളിയിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക് നേർച്ചയാക്കിയപ്പോ, ഹന്നത്ത് ബീവി നേർച്ചയാക്കിയപ്പോ, ആ നേർച്ചയിൽ കഴിയുന്ന ബീവിയെ, മറിയം ബീവിയെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നത് മറിയം ബീവിയുടെ മാതാവിന്റെ സഹോദരി ഭർത്താക്കന്മാരിൽപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം. വകഫലഹാ സക്കരിയ, സക്കരിയ നബിയാണ് മറിയം ബീവിയെ പോറ്റി വളർത്തിയത്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. മറിയം ബീവിയുടെ ചാമ്പറിലേക്ക് സക്കരിയ നബി അലൈഹിസ്സലാം കടന്നു ചെന്നപ്പോഴെല്ലാം മറിയം ബീവിയുടെ മുമ്പിൽ ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം ഫലസ്തീനിൽ കിട്ടുന്ന പഴവർഗ്ഗങ്ങളല്ല, ആരും കൊണ്ടുകൊടുത്തിട്ടുമില്ല. മറിയമേ, ആരാരും കൊണ്ടുതരാതെ എവിടെന്നാണ് നിനക്ക് ഈ ഭക്ഷണം കിട്ടിയതെന്ന് മറിയം ബീവിയോട് ചോദിച്ചപ്പോ ഖാലത്ത്, ബീവി പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹു തന്നതാണ്. ഖുർആനെ ചരിത്രങ്ങൾ വിവരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഹുനാലിക ദഅ സക്കരിയ, ഹുനാലിക അവിടെ വെച്ച് സക്കരിയ നബി ദുആ ചെയ്തു, എനിക്ക് മക്കളെ വേണം അല്ലാഹ്. കാരണങ്ങളില്ലാതെ അസ്ബാബുകളില്ലാതെ മറിയം ബീവിക്ക് ഭക്ഷണം കൊടുക്കുന്ന അല്ലാഹുവേ, അത് കൊണ്ടു കൊടുക്കാൻ ആളില്ലാതെ, ആ പഴവർഗ്ഗം ഫലസ്തീനിൽ കായ്ക്കുന്ന പഴവർഗ്ഗങ്ങളുമല്ല, ആരാരും കൊണ്ടുകൊടുക്കാതെ, എത്തിച്ചു കൊടുക്കാതെ, യാതൊരു കാരണവുമില്ലാതെ മറിയം ബീവിയുടെ മുമ്പിൽ ഭക്ഷണം എത്തിക്കുന്ന അല്ലാഹുവേ, ഞാൻ ക്ഷീണിച്ചു പോയ ആളാണെങ്കിൽ തന്നെയും, പ്രായാധിക്യമുണ്ടെങ്കിൽ തന്നെയും, ഒരു മക്കൾ ഉണ്ടാവാനുള്ള കാരണം എന്റെ ശരീരത്തിലില്ല, എന്നാലും കാരണമില്ലാതെ ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന അല്ലാഹ്, കാരണമില്ലാതെ തന്നെ നീ എനിക്ക് കുട്ടിയെയും തരാൻ കഴിവുള്ളവനാണല്ലോ. ഹുനാലിക ദഅ, അവിടെ വെച്ചാണ് സക്കരിയ നബി ദുആ ചെയ്തത് എന്ന ഹുനാലിക്കയുടെ അർത്ഥം അതാണ്. നിനക്ക് കാരണമില്ലാതെ ചെയ്യാൻ പറ്റൂല്ലേ പടച്ചോനെ, എന്നാ എനിക്ക് കുട്ടിയെത്താ. واشتعل الرأس شيبا وكانت امرأتي عاقرا. അല്ലാഹുവേ, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണല്ലോ. ആഖിറ, ഇമ്രാത്തി സൗജത്തി എന്നാണോ? ഇമ്രാത്തി, പ്രസവിച്ചിട്ടില്ല. പക്ഷേ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയാണ്. നമ്മളിൽ മക്കളില്ലാത്തവർക്കും എല്ലാവർക്കും ദ്വാരക്കൂല. മക്കളിപ്പോ വേണ്ടാന്ന് വിചാരിച്ച് നടക്കുന്നവരുണ്ടാവും, ഓർക്കല്ല ദ്വാ. മക്കളൊന്നും ഉണ്ടാവണേ എന്ന് കൊതിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയാണ് ദ്വാരക്കണത്. അല്ലാത്തവർക്കും എന്തിനാ ദ്വാരക്കണത്? ഞങ്ങൾ കുറച്ച് കാലം കടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ, ഇപ്പോൾ കുട്ടിയൊന്നും വേണ്ട, അങ്ങനെ ആമ്യം പറഞ്ഞിട്ടുണ്ടായി. ഇപ്പോൾ ഗർഭമുണ്ടായ പിന്നെ ഒരു സ്ഥാനം ചീത്തറിയും, പടച്ചോനെ ഞാൻ കുടുങ്ങി ആമ്യം പറഞ്ഞ. അപ്പോൾ ഓർക്കല്ല ദ്വാരക്കണത്. ആർക്കാന്നറിയോ? കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ മക്കൾ ഉണ്ടാവണമെന്ന് കൊതിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ദ്വാരക്കണത്. അവർക്ക് വേണ്ടി നിങ്ങൾ ആമീൻ പറഞ്ഞേക്കണം. അല്ലാഹുവേ, സക്കരിയ നബിക്ക് മക്കളെ കൊടുത്ത അല്ലാഹുവേ, ഞങ്ങളിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. ആൺമക്കളെയും പെൺമക്കളെയും കൊടുക്കണേ അല്ലാഹ്. വഇന്നക അലാ ദാലിക ഖദീർ, നിനക്കതിന് സാധിക്കുമല്ലോ അല്ലാഹ്. ഓലെ വിഷമം ഒൽക്കെന്നെ അറിയുള്ളൂ. കുട്ടികളില്ലാത്തവർ ഒരിക്കലും കുത്തുവാക്ക് പറയരുതേ. അപ്പോൾ ആരെങ്കിലും പറയുന്ന ഗൾഫ് കൊണ്ടേക്കോ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാത്ത കൊണ്ടായിരിക്കും. ഗൾഫ് കൊണ്ടേയി 2 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ
എയർപോർട്ടിൽ നിന്ന് കൂടെ കൂട്ടാമെന്ന പെണ്ണ് ചോദിക്കുക, പിന്നെ എന്നിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, എന്നിട്ടുണ്ടായില്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ വിഷമം എന്തായിരിക്കും? ഈ ചോദിക്കുന്നവർക്കൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. എന്തൊരു വേദനയുള്ള ചോദ്യമാണത്. അങ്ങനെയൊന്നും ചോദിക്കരുത് പെണ്ണുങ്ങളെ, ആരും ചോദിക്കരുത്, അങ്ങനെ വിഷമം ഉണ്ടാക്കരുത്, ഒരാളെ വേദനിപ്പിക്കരുത്. മനുഷ്യന്മാരെ വേദനിപ്പിച്ചാൽ അള്ളാഹു വേദനിപ്പിക്കും, അള്ളാഹു വേദനിപ്പിക്കും. وَوَهَبْنَا لَهُ يَحْيَى وَأَصْلَحْنَا لَهُ زَوْجَهُ. സക്കരിയ നബിക്ക് യഹ്യ എന്നൊരു പുത്രൻ നാം കൊടുത്തു. യഹ്യ എന്നാൽ ജോൺ, മഹാനായ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, അതാണ് യഹ്യ നബി അലൈഹിസ്സലാം. യഹ്യ നബിയെ കൊടുത്തു സക്കരിയ നബിക്ക്. എന്നിട്ട് എന്താ അല്ലാഹു പറഞ്ഞത്? വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജഹു. യഹ്യ നബിയെ കൊടുക്കുകയും സക്കരിയ നബിയുടെ സൗജിനെ നാം നന്നാക്കി കൊടുക്കുകയും ചെയ്തു. കുട്ടി ജനിച്ചപ്പോഴേക്കും ഇംറഅത്ത് വകാനത് ഇംറഅതി ആഖിറ, എൻ്റെ പെണ്ണ് എന്ന പ്രയോഗം മാറ്റിയിട്ട് അല്ലാഹു മക്കൾ ജനിച്ചപ്പോഴേക്കും സൗജ, അവരുടെ ഭാര്യയെ. ഖുർആനിന്റെ പദപ്രയോഗങ്ങൾ അത്ഭുതമാണ്. എവിടെയാണ് സൗജ് എന്ന് പറയുന്നത്, എവിടെയാണ് ഇംറഅത്ത് എന്ന് പറയുന്നത്? ഇനി നമ്മൾ ദുആ ഇറക്കൂ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരിലും ഞങ്ങളുടെ ഭർത്താക്കന്മാരിലും ഞങ്ങളുടെ മക്കളിലും കൺകുളിർമ തരേണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, സജ്ജനങ്ങൾക്ക് മുമ്പേ നടക്കാൻ പറ്റിയവരായി നീ ഞങ്ങളെ മാറ്റിത്തരേണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഇസ്ലാമിലെ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബവും സഈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്? തവാഫും കഅബ കാണുമ്പോൾ എന്താ പഠിക്കുന്നത്? സംസമിൽ നിന്ന് പഠിക്കുന്നത് എന്താണ്? ഉളുഹിയ്യത്ത് അറുക്കുമ്പോൾ പഠിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് ഹാജർ ബീവി ഇസ്മായിൽ നബിയെ വാപ്പയുടെ അഭാവത്തിൽ, വാപ്പ ഗൾഫിലാണെന്ന് വിചാരിക്കുക, ആ മക്കൾക്ക് മാതൃകയാണ് ഹാജർ ബീവി ഇബ്രാഹിം നബിയെ പറഞ്ഞു കൊടുത്ത് മകന് ഇബ്രാഹിം നബിയെ മറന്നു പോവാതെ പഠിപ്പിച്ചു കൊടുത്ത ഉമ്മയാണ് ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ. ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞു. നല്ലൊരു കുടുംബമാവാൻ പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ചു സൂറത്തുൽ ഫുർഖാനിൽ. ആ പ്രാർത്ഥനയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. സൗജ് എന്ന് പറയുന്ന ഇണയാണ്. ഇണയാകുന്നത് രണ്ട് കാര്യങ്ങൾ പൂർത്തിയാകുമ്പോഴാണ്. ഒന്ന്, ഈമാനികമായി യോജിക്കുമ്പോൾ, പിന്നെ അവർക്ക് മക്കളുണ്ടാകുമ്പോൾ. അള്ളാഹുവേ, മക്കളെ തരേണമേ എന്ന് മാത്രമല്ല, മക്കളിലും അല്ലെങ്കിൽ ഭാര്യയെ തരണമെന്ന് മാത്രമല്ല, ഭർത്താവിനെ തരണമെന്നല്ല, അവരിൽ കൺകുളിർമ കൂടി തരേണമേ എന്ന് കല്യാണം കഴിച്ചവരും കഴിക്കാനുള്ളവരും കഴിച്ചു കുടുങ്ങിയവരും കുടുങ്ങാത്തവരും ഒക്കെ ദുആ ചെയ്യണം എന്ന രണ്ട് ആശയമാണ് നമ്മളിപ്പോ ഏകദേശം 1 മണിക്കൂറിന്റെ ഉള്ളിൽ പറഞ്ഞു തീർത്തത്. 1 മണിക്കൂറായോ? ഒന്ന് എഴുന്നേറ്റൊന്ന് സ്വലാത്തല്ലേ? ഒന്ന് നിൽക്കണോലും ഇപ്പൊ ഇരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇരിക്കണോലും എണീക്കാണ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഓരോ മുക്കാൽ മണിക്കൂറിന്റെ ഇടയിൽ ഒന്ന് എഴുന്നേൽക്കുന്നത് നല്ലതാണെന്ന, കയ്യും കാലൊക്കെ ഒന്ന് ഉന്മേഷം വരാനും ഉറക്കൊക്കെ ഒന്ന് പോവാനും എന്നൊരു ഉന്മേഷം. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു സൗകര്യം കൂടെ ഞാൻ ചെയ്യാണ്. ആർക്കെങ്കിലും പോകാനുള്ളവർക്ക് സൗകര്യപൂർവ്വം പോകാൻ. അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ 2 സ്ഥലത്തെല്ലാം പറയരുത്. പോകുന്നവർക്ക് ശരിക്കണം പോകാനുള്ള സൗകര്യത്തിനാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, യാതൊരു വിശേഷമില്ല. നമ്മുടെ ഹനീഫ് കണ്ട് മൈക്ക് സെറ്റ് ചെയ്തോടെ നല്ല മൈക്കാണ്. അൽഹംദുലില്ലാ. നിങ്ങൾ എല്ലായിടത്തും വന്നാൽ മതി എന്ന് എൻ്റെ ആഗ്രഹം. മൈക്ക് എല്ലായിടത്തും ശരിയാവാറില്ല. അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ പോയിക്കോളി, എന്തില്ല, യാതൊരു പ്രയാസമില്ല. നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. പിന്നെ ഓരോ നൃത്തത്തിലും പോകാൻ സൗകര്യമുണ്ട്. അതിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ഒരു 35 മിനിറ്റ് വരെ കാത്തിരുന്ന ഒരു നൃത്തം വരും, അതിൽ പോവാം. മൂത്രയ്ക്കാൻ പോകാനോ തിരിച്ചു വരാനോ ഒക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കേട്ടോ. അപ്പോൾ അതിൽ വിഷമൊന്നും വിചാരിക്കേണ്ട. ഇരിക്കി ജസാക്കുമുല്ലാഹ് ഖൈർ. കാരണം ഒരു നിസ്കാരത്തിൽ ഒരാൾ ഉളു മുറിഞ്ഞാൽ പോകാൻ ഒരു കാര്യം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുക, മനുഷ്യന് ഉളു മുറിഞ്ഞു എന്ന് വിചാരിക്കുക. നബി ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ മൂക്ക് പൊത്തിപ്പിടിച്ച് പോകണമെന്നാ. എന്തെന്നറിയോ?
നിങ്ങൾ കയ്യും വീശി പോയാൽ അപ്പൊ ഒന്ന് മുറിഞ്ഞ് നടക്കുകയാണല്ലേ എന്ന് ബാക്കിയുള്ളവർ നിസ്കരിക്കുമ്പോൾ മനസ്സിലാവില്ലേ? അപ്പൊ അത് നിങ്ങൾക്കൊരു മോശമല്ലേ? അപ്പൊ നിങ്ങളുടെ മൂക്കിന്ന് ചോര വരുന്നുണ്ടാവും, അതായിരിക്കും കഴുകാൻ പോവുമായിരിക്കും സാധു എന്ന് വിചാരിച്ച് പോയിക്കോട്ടെ. അതുകൊണ്ട് മൂക്ക് പിടിച്ചു പോണെന്ന നിസ്കാരത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോരേണ്ടി വന്നാൽ അത് എന്തിനാണെന്നറിയോ? നിങ്ങൾ പോരുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം തോന്നണ്ട, ബാക്കിയുള്ളവർ കാണുമ്പോൾ. ഒന്നുമില്ലാതെ നിസ്കരിക്കാൻ പറ്റൂലല്ലോ. അപ്പം മുറിഞ്ഞ് അപ്പം ഇറങ്ങിപ്പോരണമെന്നാ ഒന്നെടുത്തിട്ടേ പിന്നെ പോകാൻ പാടുള്ളൂ. അപ്പൊ അതിന് നബി സൗകര്യം ചെയ്ത് നോക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ആ മശാഇർ, നമ്മുടെ ഫീലിങ്സിനെ നോക്കുക നബിതങ്ങൾ. നിങ്ങൾക്കതിൽ വിഷമം തോന്നണ്ട, മൂക്ക് പിടിച്ച് പോന്നാൽ മതി എന്നതുപോലെ ഇപ്പൊ എഴുന്നേറ്റിക്കണത്. ഇങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ എങ്ങനെ ഇപ്പൊ നടന്നങ്ങനെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കൂലേ? അപ്പൊ എല്ലാവരും എണീറ്റിക്കണടിയിലും എല്ലാം പോയാൽ മതി, അപ്പൊ ആരും അറിയില്ല. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോ സന്തോഷകരമായി ജീവിതം നമുക്ക് വേണമെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം. അതെവിടെ ആരംഭിക്കുന്നു എന്നാ? കല്യാണം കഴിക്കുമ്പോൾ ആരംഭിക്കുന്നുണ്ട്. കല്യാണത്തിന് ആരംഭിക്കുന്നുണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു മഹാനുഭാവന്റെ അടുത്ത്, ഒരു വലിയ ആരിഫ് ബില്ലാഹി, അവരടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു, ഷെയ്ഖ് അവറുകളെ, എനിക്ക് എൻ്റെ കുട്ടിനെ ഹാഫിളാക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. എത്രാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ കുട്ടിയെ ഹാഫിളാക്കേണ്ടത്? കുട്ടിക്ക് എത്ര വയസ്സായി? കുട്ടിക്ക് ഇപ്പോൾ 1.5 വയസ്സായി എന്ന് പറഞ്ഞു. അല്ലാ, ടൈം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ടൈം കഴിഞ്ഞല്ലോ എന്ന് നമ്മളാലേക്ക്. എന്തേ ഇപ്പോൾ 1.5 വയസ്സിലിപ്പോൾ ഇങ്ങനെ ടൈം കഴിയുന്നത്? എന്താ മഹാൻ പറഞ്ഞെന്നറിയോ? നിങ്ങളെ കുട്ടി ആരാവണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഭാര്യ ആരാണ് എന്ന് നോക്കിയിട്ടാണ്. നിങ്ങളുടെ ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ ആലോചിക്കേണ്ട സമയമാണത്. അപ്പം നിങ്ങൾ ഭയങ്കര മുത്തയ്ക്കും, ഭാര്യ വെറും മോഡേണ് അല്ലേ? നിങ്ങൾ നാടേണോ ഓള് മോഡേണോ? നടക്കുവോ? നടക്കൂല. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ആഗ്രഹമുണ്ട് കുട്ടി ഹാഫിള് ആലിമൊക്കെ വാല് വെക്കുന്ന ആളാ, പിന്നെ ഭർത്താവ് ഒരു വാല് ജനിച്ചിട്ട് കേട്ടിട്ടില്ല, മൂപ്പര് ഫുൾ ടൈം ഓഫ് എയർ ഓൺ എയർ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ അയാൾക്ക് സമയം കിട്ടിയിട്ടില്ല, ആൾക്ക് ഇതൊന്നും അറിയില്ല. എനിക്ക് വേണ്ട, എൻ്റെ കുട്ടിനെ എഞ്ചിനീയർ ആക്കിയാൽ മതി, ആയിക്കോട്ടെ. അപ്പോൾ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ്, എനിക്ക് ജനിക്കുന്ന മക്കൾ ആരായിരിക്കണമെന്ന് കല്യാണം കഴിക്കുമ്പോൾ ആലോചിക്കേണ്ട വിഷയമാണെന്നാ. കുട്ടിയായിട്ടൊന്നല്ല ആലോചിക്കുക, അതിൻ്റെ മുമ്പ് തീരുമാനിക്കണമെന്നാ. അത് വെച്ചപ്പോൾ കല്യാണം കഴിച്ചോലൊക്കെ നീ പിരിച്ചു വിട്ട് വേറെ കല്യാണം കഴിക്കണം എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. അള്ളാഹ് അതൊന്നും ഇതിൻ്റെ അർത്ഥമല്ലേ. അങ്ങനെ തന്നെ തുടർന്നോളൂ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ഇസ്ലാം പറഞ്ഞ പോലെ കല്യാണം കഴിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ആദ്യം ഒരു പ്രേമം, പിന്നെ ഒരു ലവ് ലെറ്റർ എഴുതലും, പിന്നെ ഒരു മരഞ്ചുറ്റി കളി ഒന്നും ഇപ്പം ഇല്ല. ഇപ്പോൾ ഈ വാട്സപ്പ് ഇതൊക്കെ വന്നുകൊണ്ട് ഡയറക്റ്റ് മെസ്സേജ് അല്ല, ഇറങ്ങിപ്പോലും ഞാൻ പുറത്തേക്കുണ്ട്, ഇത്രേ പറഞ്ഞു കൊടുക്കണത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് പിന്നെ കല്യാണം കഴിച്ചാലേ ആ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല. എന്തെന്നറിയോ? അത് നല്ല നിലക്ക് തുടങ്ങിയിട്ടില്ല, അതാ വിഷയം. തുടങ്ങിയത് തന്നെ വളഞ്ഞിട്ടാ. അതുകൊണ്ടാണ് ഈ പ്രേമ കല്യാണം ഒന്നും വിജയിക്കാത്തത്. ഇനിയിപ്പോൾ അങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിച്ചൊരു ഇടക്ക് കഴിഞ്ഞ് പെരി ചെന്ന് കത്തികുത്ത് ചെയ്യണ്ടേ? അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ചെയ്തു പോയ കാര്യങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. ചെയ്തു പോയ തെറ്റല്ലാഹു മാപ്പാക്കി തരട്ടെ. ഈ കല്യാണം കഴിക്കാൻ പോണവർക്കാണ് ഇപ്പോൾ ഈ പറയണത്, നിങ്ങൾ ലവ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ചാടിക്കാതെ തന്നെ നല്ല വണ്ടി കയറ്റി കൊണ്ടുവന്നൂടെ, എന്തിനാ ഈ ചാടിച്ച് ഓടിച്ചൊക്കെ നടക്കണത്? അതിനൊന്നും നടക്കണ്ട. അതൊക്കെ ഇബ്ലീസാണ്, പിശാചാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെയാണ് ജീവിതത്തിലേക്ക് കൂട്ടാളിയായി, സഖിയായി തീരുമാനിക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത്, അവിടെ ആരംഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാം. ഇയ്യാകും വഖദറാഅദ്ദമിൻ ഖാലൂ വമാ ഖദറാഉദ്ദമിൻ യാ റസൂലല്ലാഹ്. നിബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇയ്യാകും വഖദറാഅദ്ദമിൻ, ഖദറാഉദ്ദമിൻ നിങ്ങൾക്ക് വേണ്ട. അവർ പറഞ്ഞു, നബി എന്താണ് ഈ ഖദറാഉദ്ദമിൻ? ഖാല അൽമർഅത്തുൽ ഹസനാഉ ഫിൽ മൻബതിസ്സൂഅ്. നല്ല കാണാൻ ഭംഗിയുള്ള പെണ്ണാണ്, പക്ഷേ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ മോശമാണ്. വീടിന്റെ ഉള്ളിൽ മോശപ്പെട്ട സാഹചര്യം, ഉമ്മ തോന്നിവാസം ചെയ്യുന്നവൾ, പെങ്ങന്മാർ അഴിഞ്ഞാടുന്നവർ, അങ്ങനത്തെ ഒരു വീട്ടിൽ വളർന്നു വരുന്ന ഒരു ഭംഗിയുള്ള പെണ്ണ്, മുസ്ലിമേ നിനക്കത് വേണ്ട എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. നമ്മൾ ആകെ നോക്കണത് ഇപ്പൊ ഈ ഖദറാഉദ്ദമിൻ മദീന ഇപ്പൊ പറയണത്. കാണാൻ ചുരുക്കുണ്ടായാൽ മതി. അങ്ങനെ സ്കൂളിന് മുമ്പിൽ പോയി നിൽക്കുന്നത്, ഒരുത്തൻ്റെ അടുത്ത് ബൈക്ക്, ഒരുത്തൻ്റെ അടുത്ത് കാറ്, ഒരുത്തൻ്റെ അടുത്ത് ബസ്സിന് പോകാൻ കാശ്. ഒരു ബസ്സിന് പോവാണെങ്കിൽ ഈ ബസ് കയറണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ബൈക്കിൽ വരാം, കാറിൽ വരാം, ഫോളോ ചെയ്യണം. എന്താ അവൻ കണ്ടത്? മുഖം മാത്രം. ഗൾഫിൽ നിന്ന് വരെ 2 മാസത്തെ ലീവാണ്, അതിൽ 1 മാസം മുഴുവൻ സ്കൂളിന്റെ മുമ്പിലൂടെ നടക്കുന്ന പണി. സുബ്ഹാനല്ലാഹ്. ആകെ നോക്കുന്നത് കാണാൻ ചുരുക്കുണ്ടോന്ന് മാത്രം, വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല.
അങ്ങനെ നടന്ന് ആർക്കും കാണാൻ പറ്റാത്ത ഒരു പെൺകുട്ടി അവൻ കെട്ടും ചെയ്യും. ഇത് അല്ലാഹു തആല ഒരുപാട് പെൺകുട്ടികളുടെ മുഖത്ത് നോക്കി എനിക്ക് നിന്നെ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആർക്കും പറ്റാത്തത് അവന്റെ തലയിൽ വന്ന് കുടുങ്ങുകയാണ്. അത് അല്ലാഹു ചെയ്യുന്നൊരു ശിക്ഷയാണ്. ഇയ്യാകും വഖദറാ അദ്ദമിൻ, അച്ചടക്കമില്ലായ്മയും അള്ളാഹുവിനെ ഭയപ്പെടാതെയും ജീവിക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾക്ക് സഖിയായിട്ട് വേണ്ട. അത് കൊണ്ടുപോകാൻ വേറെ ആളുകളുണ്ട്, നിങ്ങൾക്കത് വേണ്ട. ഇയ്യാകും വഖദറാ അദ്ദമിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുൻകഹുൽ മർഅതു ലിഅർബഇൻ നമ്മൾ കേൾക്കുന്ന ഹദീസല്ലയോ അത്. ഇമാമുന നബി റളിയല്ലാഹു അൻഹു പറഞ്ഞ ബയാനുൽ ഹാൽ, ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നാണ് ഹദീസിന്റെ അർത്ഥം. എന്നല്ലാതെ കല്യാണം കഴിക്കണമെങ്കിൽ സ്ത്രീധനം ചോദിക്കാം എന്നല്ല ഇവർ പറഞ്ഞതിന്റെ അർത്ഥം. ബയാനുൽ ഹാൽ, ജനങ്ങൾ കല്യാണം കഴിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. സമ്പത്ത് നോക്കിയിട്ട്, കുടുംബബന്ധം നോക്കിയിട്ട്, തറവാട് നോക്കിയിട്ട്, ദീനിഹ അവളുടെ ദീന് നോക്കിയിട്ട്, അവളുടെ ഭംഗി നോക്കിയിട്ട്. എന്നാൽ നീ സ്വീകരിക്കേണ്ടത് ദീനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിന്റെ കൂടെ അവൾക്ക് ഭംഗിയുണ്ട്, അവൾക്ക് സമ്പത്തുണ്ട്, അവൾ നല്ല തറവാട്ടിൽ പിറന്ന പെണ്ണാൻ, മാഷാ അല്ലാഹ്. മൻ കാന ഹമ്മുഹു, ഒരു മനുഷ്യൻ കല്യാണം കഴിക്കുന്നത് ഒരു പെണ്ണിൽ നിന്നും സമ്പത്ത് ലഭിക്കാനാണെങ്കിൽ മാ സാദഹുല്ലാഹു ഇല്ലാ ഫഖറാ, ദാരിദ്ര്യമല്ലാതെ ആ മനുഷ്യൻ അല്ലാഹു വർദ്ധിപ്പിക്കുകയില്ല. ആകെ കല്യാണം കഴിച്ച സ്ത്രീധനം വാങ്ങിക്കാനാ, അവൻ ജീവിതത്തിൽ അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കൂല. ദാരിദ്ര്യത്തോട് ദാരിദ്ര്യം, ആവശ്യങ്ങൾ തീരൂല. ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചത് ലിഹസബിഹ, ഒരു പെണ്ണിന്റെ തറവാട് മാത്രം നോക്കിയായിരുന്നുവെങ്കിൽ അല്ലാഹു തആല മാ സാദഹുല്ലാഹു ഇല്ലാ ദുല്ല, അപമാനമല്ലാതെ മറ്റൊന്നും അയാൾക്ക് വർദ്ധിക്കാൻ പോകുന്നില്ല. മറ്റൊരാൾ കല്യാണം കഴിച്ചത് ആ പെണ്ണിന്റെ സൗന്ദര്യം നോക്കി മാത്രമാണെങ്കിൽ ലഅല്ല ജമാലഹാ യുത്ഗീഹാ, അവളുടെ ആ സൗന്ദര്യം കൊണ്ട് അവൾ വഴിപഴച്ചു പോയേക്കും. കാണുന്നവരോടൊക്കെ സംസാരിക്കുന്ന പെണ്ണായിരിക്കും അവൾ, ചിരിക്കുന്നവളോട് അവൾക്ക് ചിരിക്കണം, ഇങ്ങോട്ട് മെസ്സേജ് വന്നാൽ മറുപടി അയക്കണം. ഇങ്ങനെ സൗന്ദര്യം കൊണ്ട് വഞ്ചിക്കപ്പെട്ട പെണ്ണായതുകൊണ്ട് നിങ്ങൾക്കവൾ തലവേദനയായി മാറുകയും അവളുടെ സൗന്ദര്യം കൊണ്ട് അവൾ വഴിപിഴക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്. അള്ളാഹുവേ എൻ്റെ കണ്ണുകൾ അയഞ്ഞു പോകുന്നുണ്ട്, എൻ്റെ കണ്ണുകൾ മറ്റുള്ളവരിലേക്ക് നോക്കി പോകുന്നുണ്ട്, പെണ്ണുങ്ങളെ കണ്ടാൽ നോക്കാൻ കൊതിയാകുന്നുണ്ട്. അള്ളാഹുവേ, എൻ്റെ കണ്ണുകൾക്ക് ആനന്ദം തരുന്നൊരു പെണ്ണിനെ എനിക്ക് നീ നൽകണം. അവൾക്ക് അഭിമാനമുണ്ടാകണം, അവൾക്ക് ദീന് വേണം, അവൾ സുന്ദരിയാവണം. ഇതൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചു. നിങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിനെ അനുസരിക്കലാണ്, കണ്ണ് സൂക്ഷിക്കലാണ്, ശരീരം സൂക്ഷിക്കലാണ്. റബ്ബേ, ഞാൻ വ്യഭിചരിക്കില്ല റബ്ബേ, എനിക്ക് നീ അനുവദിച്ച ഒരു ജീവിത സഖിയെ നിക്കാഹിലൂടെ സ്വീകരിക്കാൻ എനിക്ക് കൊതിയുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, എല്ലാം ഒത്തിണങ്ങിയ സൗന്ദര്യവും ദീനും ബോധവും തറവാടുമുള്ള ഒരു കുട്ടിയെ നീ ഇണയാക്കി തരണമേ എന്ന് ചോദിച്ചാൽ ആ മനുഷ്യന്റെ നീയത്ത് കൊണ്ട് ആ പെണ്ണിൽ അല്ലാഹു സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും അവൾക്ക് അഭിമാനം നൽകുകയും സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇതിനെതിരെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ജീവിതം ആരംഭിക്കുന്നിടത്ത് ആരംഭിക്കണം, അവിടെ ചിന്തിക്കണം, എവിടെയാണ്, ആരാണ് എൻ്റെ ജീവിത സഖിയായി വരുന്നത്. എത്ര ലളിതമാണ് ഇസ്ലാമിൽ വിവാഹം. അലി റളിയല്ലാഹു അൻഹു നബിയുടെ മുമ്പിൽ വന്നിരിക്കുന്നു. നബിയുടെ മുമ്പിൽ വന്നിങ്ങനെ കൈകെട്ടി നിൽക്കുന്നു. നബി ചോദിച്ചു, മാ ജാഅ ബിക യാ അലിയു, അലിയേ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? എന്തിനാ അലിയെ വന്നത്? പറഞ്ഞു, ലാ ശൈഅ യാ റസൂലല്ലാഹ്, ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല. അലി റളിയല്ലാഹു അൻഹു വന്നതാണെങ്കിലോ, നബിയെ, നിങ്ങളുടെ മോളെ ഫാത്തിമയെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കാനാണ്. അപ്പോൾ നമ്മൾ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയും. മക്കളെ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് അടുത്ത സെഷനിൽ അത് പറയും. സമയം തീരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഇതേപോലെ 2-3 ദിവസങ്ങളൊക്കെ പറയേണ്ട വിഷയങ്ങളായിരിക്കാം. പക്ഷെ ചുരുക്കി വളരെ സ്ക്വീസ് ചെയ്തിട്ട് ചില ക്യാപ്സുകളായിട്ട് തരാൻ പറ്റുമെന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അന്ന് ബ്രോക്കർമാരില്ല എന്നതിൻ്റെ അർത്ഥം. കല്യാണ ബ്രോക്കർമാരുടെ കൈവക്കിയാട്ടെ എന്ന് ഞാൻ ചോദിക്കണില്ല. അപ്പോൾ അടുത്തൊരു 1-2 കല്യാണം നടത്തി കൊടുത്ത ആൾക്കാരുണ്ട് ഇവിടെ സദസ്സിൽ. ആളിനെ വല്ലാതെ നോക്കി ചിരിക്കുന്നുണ്ട്. ആളിൻ്റെ ഇടതുഭാഗത്തല്ല, എൻ്റെ ഫ്രണ്ടിലുമല്ല. അപ്പൊ ഇരിക്കട്ടെ, നല്ല നിലക്ക് നല്ല യോജിപ്പുള്ള വിവാഹങ്ങളൊക്കെ നടത്തി കൊടുത്തോളൂ, കൂലി കിട്ടും അള്ളാഹുവിന്റെ. പക്ഷെ കച്ചവടമാക്കി ചെയ്യരുത്, അത് കച്ചവടമാക്കി ചെയ്യരുത്.
അലി റളിയല്ലാഹു അൻഹു വന്നിരിക്കുന്ന നബിയോട് ചോദിക്കാൻ. അന്ന് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഖിതുബത്ത് എന്ന് പറയുന്നത്. വിനയത്തോടുകൂടെ വന്ന് ചോദിക്കുമ്പോഴാ ഖിതുബ. ഖുതുബ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഭാഷണം. ഈ മിമ്പറിൽ കയറി നമ്മൾ മേലെ നിന്ന് പറയുമ്പോഴാണ് ഖുതുബ. ഖിതുബത്ത് എന്ന് പറഞ്ഞാൽ കസറിട്ട് കഴിഞ്ഞാൽ അവിടെ താഴ്മ വരുന്ന, നിങ്ങൾ കെട്ടിച്ചേരുവോ എന്ന് താഴ്മയോടുകൂടെയാണ് ചോദിക്കാൻ. ഫത്ഹുൻ കസറിന് അറബിയിൽ ഭാഷയുടെ ഒരു അത്ഭുതം അതാ. ഹമാം എന്ന് പറഞ്ഞാൽ പീജൻ, എന്ത് പ്രാവിനാണ് ഹമാം എന്ന് പറയാൻ. ആ ഹായിന് കസറിട്ട് ഹിമാം എന്ന് പറഞ്ഞാൽ മരണമെന്നാണ്. പ്രാവ് പറക്കുന്നത് മേലെ, അപ്പൊ ഫത്ഹാൻ ഹമാം. ഹിമാം മണ്ണിന്റെ അടി പോണ സംഗതിയാണ്, മരണം. അതുകൊണ്ടാണ് ഹിമാം. ഖുബ്ലയും ഖിബ്ലയും അങ്ങനെയാണെന്നാണ്. ചുംബനം മുഖത്താണ്, മേലെയാണ്. പക്ഷെ ഖിബ്ല നമ്മൾ സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ്, തല താഴെയാണ്. അതുകൊണ്ട് ഖിബ്ലയും ഖുബ്ലയും ഹമാമും ഹിമാമും ഖുതുബയും ഖിതുബയും അറബ് വാക്കുകളുടെ ചില വലിയ രസകരമായ ചില വശങ്ങൾ കാണാം. എന്താ കുട്ടി നോട്ടീസ് കൊടുക്ക? എന്താ നോട്ടീസാ മോനെ? ആയിക്കോട്ടെ, ഡിസ്ട്രാക്ഷൻ ഉണ്ടാവരുത്. അപ്പോ അൽഹംദുലില്ലാഹ്, നബിയെ മോളെ കല്യാണം കഴിച്ചു തരുമോ? ഫാത്തിമ ബീവി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബ്രോക്കർമാര് കൂടെയില്ല, നേർക്കുനേരെ വന്നിരിക്കുക. അത് നേർക്കുനേരെ പറയാൻ മടി കാണും. അപ്പൊ നബി തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, എന്റെ മോൾ ഫാത്തിമയെ കല്യാണം കഴിക്കാൻ വന്നതാണോ? അതുകൊണ്ട് എന്ത് ചെയ്യ, പെണ്ണിന്റെ വാപ്പ ഒരു സൗകര്യം ചെയ്ത് കൊടുക്കണം എന്നാ. കാരണം അത് നാളുണ്ടാവും പറയാൻ. പണ്ടത്തെ കാലം പറയണേ, ഇപ്പത്തെ നാളെ എന്ത് നാണം, പിന്നെ കെട്ടിച്ചേരോ അല്ലെങ്കിൽ നാളെ ഇറക്കി കൊണ്ടുപോകട്ടോന്ന്. ഇതാണ് ഇപ്പത്തെ പ്രശ്നം. പിന്നെ അതിലും കുറച്ച് വഷളായിട്ട് പറയണവരൊക്കെ ഉണ്ടെന്നപ്പോ കേട്ടത്. വല്ലാണ്ട് റൗഡിസം പറയുന്നവര്. കെട്ടിച്ചേരാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ പിന്നെ പ്രസവത്തിന്റെ ഡേറ്റ് ആയിരിക്കും നമ്മൾ അറിയിക്കാൻ. സുബ്ഹാനല്ലാഹ്, തോന്നിയ മാസം വരെ. അഷ്റഫുൽ ഖൽഖ് ചോദിച്ചു, ജിഅത തഖ്തുബു ഫാത്തിമ, എന്റെ മോൾ ഫാത്തിമയെ കല്യാണം കഴിക്കാൻ വന്നതാണോ? നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ, അതേ നബിയെ, ഞാൻ അതിന് വന്നതാണ്. കയ്യിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല. ഐന ദിർഉക, നിങ്ങളുടെ ആ പടയങ്കി എവിടെ? യുദ്ധത്തിനണിയുന്ന ആർമർ എവിടെ? പടയങ്കി എവിടെ? നബിയെ, അതിനെന്താണ് കിട്ടുക? ആരാണത് വിലക്ക് വാങ്ങുക? നീ കൊണ്ടുവാ അലിയെ, നമുക്കത് വിൽക്കാം. വിറ്റു നോക്കുമ്പോൾ 400 ദിർഹം കിട്ടി, 400 വെള്ളി നാണയം. ഈ 400 വെള്ളി നാണയം അലിയെ, നിങ്ങളുടെ കല്യാണത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കോളൂ. ഒരു വിരിപ്പ് വാങ്ങി, ചില പാത്രങ്ങൾ വാങ്ങിച്ചു, തലയണ വാങ്ങിച്ചു, മഹറും കൊടുത്തു. ഫാത്തിമ ബീവിക്ക് റളിയല്ലാഹു അൻഹക്ക്, അല്ലാഹുവിന്റെ ഹബീബ്, സവ്വജതുക വ അൻകഹതുക ബിൻതി ഫാത്തിമ, എന്റെ മോൾ ഫാത്തിമയെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തെന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു കൊടുക്കുന്നു. കല്യാണം നടക്കുന്നു. അന്ന് നബി പറഞ്ഞു, അലിയെ, ഫാത്തിമ, ഇന്ന് നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്, നിങ്ങളുടെ വിവാഹത്തിന്റെ ആദ്യ ദിവസമാണ്. ലാ തുഹ്ദിഥാ ശൈഅൻ ഹത്താ ആതീകുമാ, ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത് വരെ നിങ്ങൾ ഒന്നും ചെയ്യരുത് കേട്ടോ, ഉറങ്ങരുത്. ഞാൻ വരുന്നവരെ ഒന്ന് കാത്തിരിക്കണം കേട്ടോ റൂമിൽ. നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണത്തിന് നിന്ന് ഭക്ഷണമൊക്കെ വിളമ്പി, വളരെ സൗമ്യമായ, വളരെ ലളിതമായൊരു വിവാഹം. ഒരു ദിവസം കൊണ്ട് തീർന്നേ. നമ്മളാണെങ്കിൽ നിശ്ചയത്തിന് എത്ര ആളോ? 500 ആളോ? അവർക്ക് എത്ര ഫുഡൊക്കെ കൊടുക്കേണ്ടത്? പാടും മൂരിയും പോത്തും ആയതുകൊണ്ട് ആ 3 എണ്ണത്തിൽ ഒടുങ്ങുന്നുണ്ട് ഫിഷും. ഇതല്ലാത്ത വേറെ ജീവികളും കന്നുകാലികളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കയ്യും കാലൊക്കെ അതും വരണം ടേബിളിലേക്ക്, അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോ ഇതിന്റെ ഇടയ്ക്കൊരു പരിപാടി ഉണ്ട്, ഞാൻ പറയട്ടെ. ഈ നിശ്ചയിക്കാൻ വരുന്ന നേരത്തിന്റെ ഒരു വളടല്, അത് നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. അത് പിന്നെ ഊരാൻ വേണ്ടി കൊടുക്കരുതേ. ഈ സംഗതി നടന്നിട്ടില്ലെങ്കിൽ പിന്നെ തിരിച്ചു വാങ്ങിക്കും. ഇത് ഛർദിച്ചത് വായിലേക്ക് തിരിച്ചിടുന്നതിന് തുല്യമാണ്. മിഠായി കൊടുക്കും ചിലർ, അല്ലേ? മിഠായി കൊടുക്കും, അതിന്റെ കൂടെ ചിലർ സ്വർണം, ഗോൾഡ് കൊടുക്കും. നിങ്ങൾ കൊടുക്കണം, നിങ്ങളെ വകയാണ്, നിങ്ങൾ കൊടുക്കണം എന്ന് അള്ളാഹുവും റസൂലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ മഹറേ കൊടുക്കേണ്ടതുള്ളൂ. നിങ്ങൾ കൊടുക്കുന്നത് സ്വതഖയാണ്. അല്ലെങ്കിൽ പിന്നെ എഴുതി വെച്ച് കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. പിന്നെ ഞങ്ങളത് സ്വർണം തരുന്നുണ്ട്